നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്ലസ് വണ്ണിന്റെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഇഫ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2, ബി ഇസ് ഈക്വൽ ടു സെറ്റ് 3 4, then prove that a cross b intersection null set is equal to null set. a cross b intersection null set is equal to null set എന്ന് പ്രൂവ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എയും ബിയും എന്താണെന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ബി ഇന്റർസെക്ഷൻ നൾ സെറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ബി ഇന്റർസെക്ഷൻ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ 3 4, ഇന്റർസെക്ഷൻ നൾ സെറ്റ് എന്ന് പറയുമ്പോൾ സെറ്റിനകത്ത് എലമെന്റ്സ് ഒന്നും ഇല്ല. അപ്പൊ ബി ഇന്റർസെക്ഷൻ നൾ സെറ്റ് മീൻസ് ബി ഇന്റർസെക്ഷൻ നൾ സെറ്റ് എന്ന് പറയുമ്പോൾ നോ എലമെന്റ്സ് ഇൻ ദാറ്റ് സെറ്റ്. ആ സെറ്റിനകത്തൊന്നും എലമെന്റ്സ് ഇല്ല. അപ്പൊ നമ്മള് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ടു ബോത്ത് എന്നാണ്. ഇത് രണ്ടിലും പൊതുവായിട്ടുള്ളത് എടുക്കണം. പക്ഷെ ഇതിനകത്ത് പൊതുവായിട്ടൊന്നും ഇല്ല. ഇവിടെ ഇപ്പൊ 3 4, ഇവിടെ ഒരു 4 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് രണ്ടിടത്തും 4 ഉണ്ടെന്ന് എടുക്കാമായിരുന്നു. ഇവിടെ ഒരു 3 ഉണ്ടെങ്കിൽ രണ്ടിടത്തും 3 ഉണ്ടെന്ന് എടുക്കാം. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ടു ബോത്ത് ആണ്. രണ്ടിലും പൊതുവായിട്ടൊന്നും ഇല്ല. അപ്പൊ നൾ സെറ്റ് ആണ്. രണ്ടിലും പൊതുവായിട്ടൊന്നും ഇല്ല. അപ്പൊ നമുക്ക് വേണ്ടത് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ 1 2 ക്രോസ് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ നൾ സെറ്റ് എന്ന് പറയുമ്പോൾ നൾ സെറ്റ് എന്ന് വെച്ചാൽ സെറ്റ് 1 2 ക്രോസ് എലമെന്റ്സ് ഒന്നും ഇല്ല. ഇവിടെ എലമെന്റ് 4 എന്നുണ്ടായിരുന്നേ നമുക്ക് ഓർഡേഡ് പെയർ 1 4 2 4 എന്ന് എഴുതായിരുന്നു. അല്ല ഇവിടെ ഒരു 3 ഉണ്ടെങ്കിൽ ഓർഡേഡ് പെയർ 1 3 2 3 എന്ന് എഴുതാം. ഇവിടെ എലമെന്റ്സ് ഒന്നും ഇല്ല. അപ്പൊ ക്രോസ് പ്രോഡക്റ്റ് കാണാൻ ഒക്കത്തില്ല. നൾ സെറ്റ് ആണ്. ഒന്നുമില്ല. അതായത് സെറ്റ് 1 2 ക്രോസ് ഒന്നുമില്ല. നമ്മളിവിടെ എലമെന്റ് ഉണ്ടെങ്കിലേ ക്രോസ് പ്രോഡക്റ്റ് ഓർഡേഡ് പെയർ എഴുതാൻ ഒക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ ടേംസ് ഒന്നും ഇല്ല. അപ്പം എ ക്രോസ് ബി ഇന്റർസെക്ഷൻ നൾ സെറ്റ് ഈസ് ഈക്വൽ ടു നൾ സെറ്റ്. മനസ്സിലായല്ലോ? നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ലെറ്റ് എ ഇസ് ഈക്വൽ ടു 1 2 3. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ബി 3 4 ആൻഡ് സി 4 5 6. വെരിഫൈ ദാറ്റ് A cross B intersection C is equal to A cross B intersection A cross C. A cross B intersection A cross C എന്ന് പ്രൂവ് ചെയ്യണം. ഇത് 1 മാർക്ക് ആയിട്ടൊക്കെ വരുന്നതും ചിലപ്പോൾ ഒരു 1 മാർക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ വരും. A cross B intersection B എന്ന് പറഞ്ഞാൽ A cross B intersection നടുക്ക് എഴുതുക A cross C. A cross B intersection A cross C. അപ്പോൾ A cross B യൂണിയൻ C ആണെങ്കിൽ A cross B യൂണിയൻ A cross C. അല്ല, നല്ലൊരു ക്വസ്റ്റൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. നമ്മൾ എളുപ്പമുള്ളത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബി ഇന്റർസെക്ഷൻ സി കണ്ടുപിടിക്കാം. ലെഫ്റ്റ് സൈഡ് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുമ്പോൾ ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് പെട്ടെന്ന് എഴുതാം 4 ആണ്. ബിയിലും സിയിലും ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ടു ബോത്ത്. രണ്ടിലും പൊതുവായിട്ട് വരുന്ന 4 ഉള്ളൂ. നമുക്ക് ഇനി വേണ്ടത് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി. അതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അല്ലെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാല് എ ക്രോസ് ബി ഇന്റർസെക്ഷൻസ്. എ എന്ന് പറഞ്ഞാൽ 1 2 3 ക്രോസ് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ സെറ്റ് 4. അല്ലെ, നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കണ്ടുപിടിക്കുകയാണ്. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എ ക്രോസ് എന്ന് പറയുമ്പോൾ 1 2 3 ക്രോസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓർഡേഡ് വെയർ 1 4 2 4 3 4. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇത് കിട്ടി. റൈറ്റ് ഹാൻഡ് സൈഡ് കാണണമെങ്കിൽ നമുക്ക് എ ക്രോസ് ബിയും എ ക്രോസ് സിയും കണ്ടുപിടിച്ച് അതിനകത്ത് പൊതുവായിട്ട് വരുന്ന ഓർഡേഡ് പേര് എഴുതുക. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. അപ്പൊ എ ക്രോസ് ബി നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എ ക്രോസ് ഞാൻ എടുത്തെഴുതുന്നില്ല, ശ്രദ്ധിക്കുക. എ ക്രോസ് ബി നമ്മൾ ഇത് രണ്ടുകൂടെ. എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 1 3 1 4 1 3 1 4 2 3 2 4 3 3 3 4. ഇതാണ് എ ക്രോസ് ബി. കണ്ട് ഈ എ ക്രോസ് ബി. ഇനി എ ക്രോസ് സി എന്ന് പറയുമ്പോൾ ഇത് രണ്ടുകൂടെ എ ക്രോസ് വേണം. നിങ്ങൾക്ക് ബുക്കിനകത്ത് ഇങ്ങനെ എയുടെ ആദ്യം സെറ്റ് ചെയ്തോ ക്രോസ് സി എന്ന് എഴുതിയിട്ട് അകത്തോട്ട് ചെയ്താൽ മതി, തെറ്റത്തില്ല. അപ്പം എ ക്രോസ് സി. എ ക്രോസ് സി എന്ന് പറയുമ്പോൾ ഇത് രണ്ടുകൂടെ ആണ്. അപ്പൊ 1 4 ഓർഡേഡ് പേർ 1 5 അല്ലെ, 1 4 1 5 1 6 2 4 2 5 2 6 2 5 2 6 3 4 3 5
3 6 3 4 3 5 3 6 കണ്ടോ 1 4 1 5 1 6 2 4 2 5 2 6 3 4 3 5 3 6 നമുക്ക് അതിന്റെ ഇന്റർസെക്ഷൻ എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി രണ്ടിലും പൊതുവായിട്ടുള്ള ഓർഡേഡ് പേർ എ ക്രോസ് ബിയിലും പൊതുവായിട്ടുള്ള ഓർഡേഡ് പേർ എന്തുണ്ടെന്ന് നോക്ക് 1 4 ഓക്കെ പിന്നെ 2 3 ഇല്ല 2 4 രണ്ടിടത്തും ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ കോമൺ ടു ബോത്ത് രണ്ടിലും പൊതുവായിട്ടുള്ള ഇന്റർസെക്ഷൻ നേരത്തെ ഉള്ളതെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നത് നിങ്ങളുടെ ചുമതലയാണ്. ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവർക്ക് ഓർക്കുക, ഒരു വർഷം നിങ്ങൾ മൊത്തം പഠിച്ചതാണ്, ഇനിയും മാർക്ക് പോകരുത്. അപ്പൊ ഞാൻ പറയുന്ന പോലെ കേൾക്കാം. പ്ലസ് 1 വരുന്നവര് നോക്കാം, ക്ലാസ്സുകളൊക്കെ തുടങ്ങാൻ ഒരുപാട് താമസിക്കും. അമ്മന്ന് പഠിപ്പിക്കുന്നത് പഠിക്കുക. പിന്നെ 3 4 3 4 രണ്ട് ആൻസറും ശരിയല്ലേ? നോക്ക് 1 4 2 4 അതാണ്ട് എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി. ഇത് റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്. RHS കണ്ടോ? എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി 1 4 2 4 3 4 അത് തന്നെ വന്നു 1 4 2 4 3 4. അപ്പൊ നമുക്ക് എഴുതരുത് ലെഫ്റ്റ് സൈഡ്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും എ ക്രോസ് ബി ഇന്റർസെക്ഷൻ സി ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. എ ക്രോസ് ബി ഇന്റർസെക്ഷൻ എ ക്രോസ് സി. ഓക്കെ, ആദ്യത്തെ ഇനി ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് ബി യൂണിയൻ സി കണ്ടുപിടിക്കുക. ഇത് ഇത്രയും ആദ്യം കണ്ടുപിടിക്കുക. ബി യൂണിയൻ സി. ബി യൂണിയൻ സി എന്ന് പറയുമ്പോൾ ഓൾ ദി എലമെന്റ്സ് ഓഫ് എ ആൻഡ് ഓൾ ദി എലമെന്റ്സ് ഓഫ് എ ബി കമ്പൈൻ ടുഗദർ. ഓൾ ദി എലമെന്റ്സ് ഓഫ് ബി ആൻഡ് ഓൾ ദി എലമെന്റ്സ് ഓഫ് സി കമ്പൈൻ ടുഗദർ. കോമൺ എലമെന്റ്സ് ടേക്കൺ ഓൺലി വൺസ്. അപ്പൊ എങ്ങനെ വരും? ബി യൂണിയൻ സി 3 4 5 6 ഇത്രയും ഭാഗം കണ്ടുപിടിച്ചു. ബി യൂണിയൻ സി. രണ്ടിടത്ത് 4 വരുന്നുണ്ട്, ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. പക്ഷെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാല് എ ക്രോസ് ബി യൂണിയൻ സി. എ എന്ന് പറഞ്ഞാൽ 1 2 3 ക്രോസ് ബി യൂണിയൻ സി 3 4 5 6. വലിയൊരു പ്രോബ്ലം ആണ്, ശ്രദ്ധിക്കുക. 1 കൊണ്ട് തന്നെ എല്ലാത്തിനും എഴുതിക്ക്. 1 3 1 4 1 5 1 6. 1 കൊണ്ട് തന്നെ എല്ലാ ഓർഡേഡ് എഴുതി. അടുത്ത 2 കൊണ്ട് 2 3 2 4 2 5 2 6. 2 കൊണ്ടല്ല എഴുതി. 3 കൊണ്ട് 3 3 3 4 3 5 3 6. എ ക്രോസ് ബി യൂണിയൻ സി. ഇതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇത്രയും ഭാഗം കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് വേണം. റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ എ ക്രോസ് ബിയും കാണണം, എ ക്രോസ് സിയും അത് ചേർത്തങ്ങ് എഴുതുക. അതിനുവേണ്ടി നമ്മൾ ആദ്യം എ ക്രോസ് ബി കാണുകയാണ്. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ സെറ്റ് എ ക്രോസ് ബി. എ ക്രോസ് ബി മുമ്പേ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അതങ്ങ് എഴുതിയാലും മതി. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാണ്. അപ്പൊ എന്തൊരു 1 3 1 4 2 3 2 4 3 3 3 4. ഇതാണ് എ ക്രോസ് ബി. യൂണിയൻ എ ക്രോസ് സി വേണം, അത് ഒരുമിച്ച് എഴുതാം. എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി നമുക്ക് ഒരുമിച്ച് എഴുതാം. എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. അപ്പൊ എ ക്രോസ് ബി എഴുതി, യൂണിയൻ. ഇനി എ ക്രോസ് സി എന്ന് പറയുമ്പോൾ ഇത് രണ്ടും എ ക്രോസ് ഈ രണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? 1 4 1 5 1 6 2 4 2 5 2 6 എ ക്രോസ് സി ആണ്. 3 4 3 5 3 6 കണ്ടോ? ഒരുമിച്ച് എഴുതി. ഇത് റൈറ്റ് ഹാൻഡ് സൈഡ് ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് ഒരുമിച്ച് എഴുതിക്കുകയാണ്. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ 1 3 1 4 2 3 2 4 3 3 3 4. യൂണിയൻ എ ക്രോസ് സി എന്ന് പറയുമ്പോൾ 1 4 1 5 1 6 2 4 2 5 2 6 3 4 3 5 3 6. കമ്പൈൻ ടുഗദർ. എല്ലാം കൂടെ ചേർത്ത് എഴുതുക. ചേർത്ത് എഴുതാന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന എഴുതണ്ട. നമ്മൾ ആദ്യം തുടങ്ങാം. 1 3 1 4 1 4 ഇവിടെ ഉണ്ട്, ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. പിന്നെ 1 5 കിടപ്പുണ്ട്. അപ്പൊ 1 5 എഴുതുക. 1 6 ഉണ്ട്. 1 തുടങ്ങുന്ന എല്ലാം ആദ്യം എഴുതുക, അപ്പൊ തെറ്റത്തില്ല. 1 6 ആണ്. അപ്പൊ 1 3 1 4 1 4 ഒന്നുകൂടെ ഉണ്ട്, ഒറ്റ പ്രാവശ്യം എഴുതുക. 1 5 1 6
2 തുടങ്ങുന്നത് 2 3 2 തുടങ്ങുന്ന അടുത്ത നെക്സ്റ്റ് 2 4 2 4 തന്നെ ഇവിടെ 2 4 ഉണ്ട്, അത് എഴുതണ്ട. പിന്നെ അടുത്ത് 2 5 2 6 ചേർത്ത് എഴുതുക, എല്ലാം ചേർത്ത്. അപ്പൊ ഓർഡറിലും എഴുതുന്നുള്ളൂ, കാരണം ഈ ഓർഡേഡ് വേറും ഈ ഓർഡേഡ് വേറും ചേർത്ത് എഴുതുക, ഒന്നിച്ചെഴുതുക. പക്ഷെ ഒരുപോലെ വരുന്ന ഓർഡേഡ് വേർ ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ഇനി 3 3 3 4 3 4 തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. 3 5 3 6 ചേർത്ത്. അപ്പൊ നോക്കി രണ്ട് സെയിം ആണ്. 1 3 1 4 1 5 1 6 2 3 2 4 2 5 2 6 3 3 3 4 3 5 3 6 രണ്ടും സെയിം ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. നമുക്ക് എഴുതാം എ ക്രോസ് ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എ ക്രോസ് ബി യൂണിയൻ എ ക്രോസ് സി. ഓക്കെ.